നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. വിട്ടുവീഴ്ചയില്ലാത്ത വിഭജനം. ഉഭയകക്ഷി ചർച്ചകളിൽ വീർപ്പുമുട്ടി UDF. JDU-വിന് 7 സീറ്റുകൾ നൽകാൻ ധാരണ. സീറ്റ് വിഭജനത്തിൽ തീരുമാനം പിന്നീട്. അതേസമയം ഒഴിവ് വന്ന സീറ്റുകൾക്ക് പുറമെ തിരുവമ്പാടിയിലും അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ്. തിരുവമ്പാടി വിട്ടുകൊടുത്താൽ തളിപ്പറമ്പ്, ആലത്തൂർ, പേരാമ്പ്ര സീറ്റുകൾ പകരം നൽകാമെന്ന് മാണി ഗ്രൂപ്പ്. വിലപേശൽ ഉന്നതാധികാര സമിതി അംഗമായ PT ജോസിനെ മത്സരിപ്പിക്കാൻ. കുടിയേറ്റ കർഷകരുടെ മണ്ഡലത്തിൽ പാർട്ടിക്ക് അവകാശമുണ്ടെന്നും KM മാണി. അതേസമയം പിറവം, അങ്കമാലി സീറ്റുകളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ജോണി നെല്ലൂർ. 4 സീറ്റ് വേണമെന്ന കാര്യത്തിൽ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമില്ല. നീതി ലഭിക്കുന്നില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും പാർട്ടി ചെയർമാൻ. കള്ളക്കളി തുടരും. കരുണ എസ്റ്റേറ്റ് ഭൂമിയിൽ കരമടയ്ക്കാൻ നൽകിയ അനുമതി റദ്ദാക്കില്ലെന്ന് റവന്യൂ മന്ത്രി. അനുമതി നൽകിയത് നിബന്ധനകളോടെ. ഉത്തരവിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ടെന്നും അടൂർ പ്രകാശ്. നിയമവശം പരിശോധിക്കാൻ AGയെ ചുമതലപ്പെടുത്തി. ഉത്തരവിൽ അപാകതയുണ്ടോ എന്ന് AG പരിശോധിക്കും. റിപ്പോർട്ട് കിട്ടിയ ശേഷം അടുത്ത മന്ത്രിസഭായോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രിയുടെ വിശദീകരണം. എന്നാൽ വിവാദ ഉത്തരവ് പിൻവലിക്കണമെന്ന നിലപാടിലുറച്ച് KPCC പ്രസിഡന്റ്. വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും കത്തയച്ചത് ഇന്നലെ. രാഹുലിന് നോട്ടീസ്. ഇരട്ട പൌരത്വ വിവാദത്തിൽ രാഹുൽ ഗാന്ധിക്ക് ലോക്സഭയുടെ നോട്ടീസ്. കമ്പനി രേഖകളിൽ ബ്രിട്ടീഷ് പൌരനെന്ന് വെളിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ കോൺഗ്രസ് ഉപാധ്യക്ഷന് നോട്ടീസ് അയച്ചത് പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റി. ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഉടൻ മറുപടി നൽകണമെന്ന് നിർദ്ദേശം. സുബ്രഹ്മണ്യം സ്വാമിയുടെ വെളിപ്പെടുത്തലിൽ രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെട്ടത് BJP MP മഹേഷ് ഗിരി. ഇതേ തുടർന്ന് പരാതി LK അദ്വാനി അധ്യക്ഷനായ 11 അംഗ എത്തിക്സ് കമ്മിറ്റിക്ക് സ്പീക്കർ വിടുകയായിരുന്നു. ജോർജിന് അയോഗ്യതയില്ല. PC ജോർജിനെ അയോഗ്യനാക്കിയ സ്പീക്കറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. ജോർജിന്റെ രാജിക്കത്തിൽ നിയമാനുസൃത നടപടി സ്വീകരിക്കണം. MLA സ്ഥാനം സ്വമേധയാ രാജിവെച്ച തീരുമാനം സ്പീക്കർ പരിഗണിച്ചില്ലെന്നും കോടതി നിരീക്ഷണം. സ്പീക്കറുടെ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ജോർജിന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് ഹൈക്കോടതി. വിധിയുടെ പശ്ചാത്തലത്തിൽ സ്പീക്കർ N ശക്തൻ രാജിവെക്കണമെന്ന് PC ജോർജ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന പരാതിയിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ജോർജിനെ അയോഗ്യനാക്കിയത് കഴിഞ്ഞ നവംബർ 13-ന്. മുൻകാല പ്രാബല്യത്തോടെ അയോഗ്യനാക്കുന്നതിനാൽ ജോർജ് നൽകിയ രാജിക്ക് പ്രസക്തിയില്ലെന്നും നടപടിയിൽ സ്പീക്കറുടെ വിശദീകരണം. ഭീകരതയുടെ തുടർക്കഥ. തുർക്കി തലസ്ഥാനത്തുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ മരണസംഖ്യ ഉയരുന്നു. അങ്കാറയിൽ ഇന്നലെ ഉണ്ടായ സ്ഫോടനത്തിൽ ഇതുവരെ മരണമടഞ്ഞത് 34 പേർ. 100-ലധികം പേർക്ക് പരിക്ക്. രാജ്യത്തെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന കിസിലായിക്കു സമീപം സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. മരണസംഖ്യ ഉയരുമെന്ന് സൂചന. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. സംഭവത്തിന് പിന്നിൽ കുർദിഷ് തീവ്രവാദി സംഘടനയായ PKK എന്ന് സൂചന. അങ്കാറയിൽ സൈനികരുമായി പോയ ബസിനു നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെട്ടത് 3 ആഴ്ച മുമ്പ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2660 രൂപ, പവൻ 21,280 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.